ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിളിൽ സ്റ്റഡി വിത്ത് മീ ആനുവൽ എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്തൊരു ഭാഗം ട്രാൻസിഷൻ എലമെൻസിനെ പറ്റിയാണ് പഠിച്ചു തുടങ്ങുന്നത്. നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ. അവ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ ഗ്രൂപ്പ് നമ്പർ 12 വരെയുള്ളവരെയാണ് സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2, ഗ്രൂപ്പ് 1ലെയും 2ലെയും മൂലകങ്ങൾ ആർ ജനറലി മോർ മെറ്റാലിക് ഇൻ നേച്ചർ. അവർ പൊതുവെ ലോഹസ്വഭാവം കൂടിയ ആൾക്കാരാണ് ഗ്രൂപ്പ് 1ലെയും 2ലെയും ആൾക്കാർ. അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ കൂടിയ ലോഹസ്വഭാവമുള്ള മൂലകങ്ങൾ തുടങ്ങി കുറഞ്ഞ ലോഹസ്വഭാവമുള്ള മൂലകങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി 13 മുതൽ 18 വരെയുള്ള റൈറ്റ് സൈഡിലുള്ള, നമുക്കറിയാം ഇവിടുന്ന് 1 തുടങ്ങി 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളതെന്നറിയാം. അതിൽ 1ഉം 2ഉം വളരെ ലോഹസ്വഭാവം കൂടിയ ആൾക്കാരാണ്, മോർ മെറ്റാലിക് നേച്ചർ ഉള്ളവരാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിലുള്ളവരായ നമ്മുടെ 13 to 18 ഗ്രൂപ്പുകാർ ലെസ് മെറ്റാലിക് ഇൻ നേച്ചറാണ്. അവർ ലോഹസ്വഭാവം വളരെ കുറവുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ ഉള്ളവരെയാണ് സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 1ഉം 2ഉം മോർ മെറ്റാലിക് ഇൻ നേച്ചറാണ്. ഗ്രൂപ്പ് 1ഉം 2ഉമായ ആൽക്കലി മെറ്റൽസും, ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും മോർ മെറ്റാലിക് ഇൻ നേച്ചറാണ്, ലോഹ സ്വഭാവം കൂടിയവരാണ്. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ലോഹസ്വഭാവം കൂടി വന്ന് കുറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ 13 to 18 ഗ്രൂപ്പ് അവരുടെ ലോഹസ്വഭാവങ്ങൾ കുറവാണ്. കുറഞ്ഞ ലോഹസ്വഭാവം ലെസ് മെറ്റാലിക് നേച്ചർ ഉള്ളവരാണ് 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇവരുടെ രണ്ടുപേരുടെയും ബിറ്റ്വീനിലാണ് ലൈ ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. 1ഉം 2ഉം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്, 13 മുതൽ 18 വരെയുള്ളവർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഇവരെയാണ് 3 മുതൽ 12 വരെയുള്ളവരെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ, അല്ലെങ്കിൽ ഇവയെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഇവരിൽ മൂലകങ്ങൾക്ക് ലോഹസ്വഭാവം കൂടിയവരും ഉണ്ട്, ലോഹസ്വഭാവം കുറഞ്ഞവരും ഉണ്ട്. മെറ്റാലിക് നേച്ചർ കൂടിയ ആൾക്കാരും ഉണ്ട്, മെറ്റാലിക് നേച്ചർ കുറഞ്ഞ ആൾക്കാരും ഉണ്ട്. കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ലോഹസ്വഭാവം കൂടി കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, ലോഹസ്വഭാവം കൂടിയ ആൾക്കാരുമുണ്ട്, ലോഹസ്വഭാവം കുറഞ്ഞ ആൾക്കാരും ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ സംക്രമണ മൂലകങ്ങളിൽ ഉണ്ട്. ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ അഥവാ സംക്രമണ മൂലകങ്ങളുടെ വേറൊരു സവിശേഷത പറയുവാണെങ്കിൽ ഇവിടെ നോക്കൂ, ഗ്രൂപ്പ് 1ലെ ഇലക്ട്രോൺസുകൾ എഴുതിയേക്കുന്നത് നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2ലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കൂ, 2881 അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2882 ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിലാണ് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ. പക്ഷേ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ഗ്രൂപ്പിൽ നോക്കൂ, എവിടാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്? ലാസ്റ്റ് ഷെല്ലിൻ്റെ മുൻപിലത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. 2892. അടുത്ത വരുമ്പോഴത്തേക്ക് നോക്കൂ, അടുത്ത ഒരു ഇലക്ട്രോൺ കൂടുമ്പോഴത്തേക്ക് 2810 ബാഹിമ ഷെല്ലിൻ്റെ ഏറ്റവും തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലാണ്, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്. 2811 കണ്ടോ, ബാഹിമ ഷെല്ലിൽ ഈ 2 ഇലക്ട്രോൺസ് ഉള്ളതാണ്, അതിൻ്റെ ഫ്രണ്ടിലുള്ള തൊട്ടു മുന്നിലുള്ള പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളിലെ 10 ഗ്രൂപ്പ്സായ 3 നിന്ന് 12 വരെ തുടങ്ങുന്ന 10 ഗ്രൂപ്പ്സാണ്. അവരിലെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലാണ്. ബാഹിമ ഷെല്ലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺസ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സിലെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വേറൊരു സവിശേഷതയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ സംക്രമണ മൂലകങ്ങൾ. പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹിതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് അവ പീരീഡിലും രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഒരേ പീരീഡിൽ വരുന്നവരിൽ അവർ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ബാഹിതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേ പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ ഒരേ പീരീഡിലുള്ളവരിൽ സെയിം ആയിരിക്കും.
ഇനി നോക്കൂ, താഴെ തന്നിരിക്കുന്ന കുറച്ച് കെമിക്കൽസും അവരുടെ മോളിക്കുലർ ഫോമിലും കളറും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിക്കല്, കോപ്പർ, കാൽസ്യം, പൊട്ടാസ്യം, കൊബാൾട്ട്, പൊട്ടാസ്യം, ഫെറസ് അല്ലെങ്കിൽ അയൺ, ഇവരെല്ലാം എന്താണ് ട്രാൻസിഷൻ എലമെൻസിൽ വരുന്നവരാണ്. അപ്പം നിക്കൽ സൾഫേറ്റ് എന്ന് രാസസൂത്രം മോളിക്കുലർ ഫോമുല എന്ന് വരുമ്പോൾ NiSO4 ആണ്. അവരുടെ നിറം ഗ്രീനാണ്, പച്ചയാണ്. കോപ്പർ സൾഫേറ്റ് അവരുടെ മോളിക്കുലർ ഫോമുല രാസസൂത്രം CuSO4 ആണ്. നിറം ബ്ലൂ ആണ്, നീല. കാൽസ്യം കാർബണേറ്റ് CaCO3, നിറം വൈറ്റ്, വെള്ള. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4, പർപ്പിൾ ആണ് നിറം. കൊബാൾട്ട് നൈട്രേറ്റ് CONO3 ടോയ്സ് ആണ്, നിറം റെഡ്, ചുവപ്പാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7, ഓറഞ്ച് ആണ് അവരുടെ നീളം. ഫെറസ് സൾഫേറ്റ് FeSO4, അവരുടെ നിറം ലൈറ്റ് ഗ്രീൻ ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ കളേർഡ് ആണ്, അവർ നിറമുള്ളവയാണ്. അപ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമ്മൾ മനസ്സിലാക്കിയത്, എന്തൊക്കെ സവിശേഷതകളാണ് സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയത്? എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ്സ് 3 to 12 ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എലമെൻസിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെല്ല്. ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റീസ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരീഡ്സ്. ഗ്രൂപ്പിലും പീരീഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ദേ ആർ മെറ്റൽസ്, ഇവ ലോഹങ്ങളാണ്. ദേ ജനറലി ഫോംഡ് കളേർഡ് കോമ്പൗണ്ട്സ്, ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ സവിശേഷതകൾ ചോദിച്ചാൽ എഴുതേണ്ടത്? എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ്സ് 3 to 12 ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ് ഇൻ ദി പെൻഅൾട്ടിമേറ്റ് ഷെല്ല്. ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ് ആസ് വെൽ ആസ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നവരാണ്, സിമിലാരിറ്റി കാണിക്കുന്നവരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ദേ ആർ മെറ്റൽസ്, ഇവ ലോഹങ്ങളാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. ദേ ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. അത് നമ്മൾ മേളിൽ നോക്കിയായിരുന്നു. നിക്കൽ സൾഫേറ്റ് ഏത് കളറായിരുന്നു? ഗ്രീൻ കളറായിരുന്നു, പച്ച കളറായിരുന്നു. അപ്പോൾ ഇവരുടെ കോമ്പൗണ്ട്സ് സംയുക്തങ്ങളെല്ലാം നിറമുള്ളവയാണ്, കളേർഡാണ്. ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. അടുത്തതായിട്ട് നമ്മൾ ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ലന്താനവും അത് കഴിഞ്ഞ് വരുന്ന 14 എലമെൻറ്റ്സിനെ സെപ്പറേറ്റ് ആയിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ താഴെ ഓട്ടത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ എലമെൻറ്റ്സ് ലന്താനം LA അറ്റോമിക് നമ്പർ 57 മുതൽ ലുട്ടീയം LU അറ്റോമിക് നമ്പർ 71 വരെയുള്ളവരെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 6ാം പീരീഡിലെ ലാന്തനത്തെയും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൻ്റെ ചുവടെ പ്രത്യേകമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവയുടെ അറ്റോമിക് നമ്പർ 57 ലാന്തനം LA മുതൽ അറ്റോമിക് നമ്പർ 71 ലുട്ടീഷ്യവും വരെയുള്ള മൂലകങ്ങളെയാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എവിടം തൊട്ടാണ്? ലന്താനം 57 മുതൽ ലുട്ടീഷ്യം 71 വരെയുള്ള എലമെൻസുകളെയാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അവ ഏത് പീരീഡിലാണ് കാണപ്പെടുന്നത്? 6th പീരീഡിൽ, 6ാമത്തെ പീരീഡിൽ. ഇനി 7ാമത്തെ പീരീഡിൽ ആക്റ്റിനും തുടർന്നുള്ള 14 എലമെൻസും സെപ്പറേറ്റ് പൊസിഷൻ ലാന്തനോയിഡിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ആക്റ്റിനം 89 മുതൽ ലോറൻസിയം 103 വരെയുള്ള എലമെൻസിനെയാണ് ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. 7ാം പീരീഡിലെ ആക്റ്റിനവും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൻ്റെ ലാന്തനോയിഡുകൾക്ക് ചുവടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു. അറ്റോമിക് നമ്പർ 89 ആക്റ്റിനിയം AC മുതൽ അറ്റോമിക് നമ്പർ 103 ലോറൻഷ്യവും വരെയുള്ള മൂലകങ്ങളെ ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും എന്താണ്?
എലമെൻറ്റുകൾ ലന്താനം 57 മുതൽ, അറ്റോമിക് നമ്പറാണ് 57 മുതൽ ലുട്ടീഷ്യം 71 വരെയുള്ളവരെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അവർ 6th പീരീഡിലാണ് കാണപ്പെടുന്നത്. അതുപോലെ 7ാമത്തെ പീരീഡിൽ കാണപ്പെടുന്ന ആക്ടിനിയം 89 മുതൽ ലൊറേൻഷ്യം 103 വരെയുള്ള എലമെൻസിനെയാണ് ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനെയും ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന്, അന്തസംക്രമണ മൂലകങ്ങൾ എന്നും വിളിക്കപ്പെടുന്നു. ലാന്തനോയിഡുകളെ റെയർ എർത്ത് എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ആക്റ്റിനോയിഡ്സിൽ യുറാനിയത്തിന് ശേഷം വരുന്നവയെല്ലാം മാൻമെയ്ഡ് എലമെൻറ്റ്സ് ആണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള മൂലകങ്ങളാണ്. യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക് യു.